കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. കേരളത്തിൽ കള്ളന്മാർ കൂടി വരുന്നു, പോലീസ് പല കേസുകൾ പിടിക്കുന്നുണ്ട്, CCTV കള്ളന്റെ മുഖം പതിഞ്ഞിട്ടുണ്ട്, CCTV ഉണ്ടായിട്ടും കള്ളൻ വീട്ടിൽ കയറി എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഈ കള്ളന്മാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഞങ്ങളെ പോലുള്ള സെക്യൂരിറ്റി സിസ്റ്റം വെക്കുന്നവർക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇപ്പോഴും പലരുടെയും ധാരണ ഒരു കള്ളൻ കയറാതിരിക്കാനായിട്ട് വെക്കേണ്ട ഒരു സാധനം ഒരു നോർമൽ CCTV വെക്കുകയാണെന്നുള്ളതാണ്. സംഭവം ശരിയാണ്. CCTV വെക്കുന്നത് കള്ളൻ കയറാനുള്ള ഒരു ചാൻസ് ഒരു പരിധിവരെ കുറയ്ക്കും. കാരണം സുരക്ഷാ സംവിധാനങ്ങളുള്ള വീടാണെന്ന് കാണുമ്പോൾ കള്ളന് കയറാനൊരു മടി ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഒരു മുഖംമൂടി ഇട്ട കള്ളനാണെങ്കിലോ അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു CCTV സിസ്റ്റം ശരിക്കും ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സംഭവം നടന്ന ആ സംഭവം എപ്പോൾ നടന്നു, എങ്ങനെ നടന്നു, ആര് ചെയ്തു എന്നുള്ള കാര്യങ്ങളുടെ ഒരു പ്രൂഫ് നമുക്ക് തരും എന്നുള്ളതും നമുക്ക് റിമോട്ട്ലി ഇരുന്നിട്ട് ലൈവായി മോണിറ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ ഗൾഫിലാണ്, നിങ്ങളുടെ വീടിന് ചുറ്റും എന്ത് നടക്കുന്നു എന്നറിയാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. എന്നാൽ അതേസമയം ഒരു കുറ്റകൃത്യം നടക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു കവർച്ച നടക്കാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നില്ല. അതിനു വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള പുതിയ രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. ക്യാമറകളിൽ തന്നെയാണെങ്കിൽ AI ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോ അനലിറ്റിക്സ് ഉള്ള ക്യാമറകൾ, പുതിയ രീതിയിലുള്ള ക്യാമറകളുണ്ട്. അതായത് നിങ്ങളുടെ വീടിന്റെ ഏരിയയിലേക്ക് ആരെയും കടക്കാൻ ശ്രമിച്ചു അപ്പം തന്നെ അലേർട്ട് നിങ്ങൾക്ക് തരികയും ക്യാമറയിൽ കൂടെ തന്നെ ഓഡിയോയും ലൈറ്റും വെച്ചിട്ട് ഇവരെ പേടിപ്പിച്ച് ഓടിക്കാനുള്ളതും അലാം സിസ്റ്റംസ് വഴി സൈറൺ ഉണ്ടാക്കാൻ പറ്റുകയും വീടിന് ചുറ്റും ലൈറ്റുകൾ ഓണാക്കുന്ന രീതിയിലുമുള്ള പല പല സംവിധാനങ്ങൾ അവൈലബിൾ ആണ്. ഈവൻ വെറും 1000 രൂപയിൽ തുടങ്ങാവുന്ന രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ വീടുകൾക്കും പറ്റുന്ന സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ല. ഓരോ വീടിനും അതിൻ്റെതായ രീതിയിലുള്ള സിസ്റ്റം നോക്കിയിട്ട് വേണം നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായി ചെയ്യേണ്ട, ഇതിനെപ്പറ്റി നന്നായി അറിയാവുന്ന ഒരു പ്രൊഫഷണലിനെ വിളിച്ച് ഒരു സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തി അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങൾ എന്താണ് എന്നുള്ള മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളും നിങ്ങളുടേതായ റിസർച്ചുകളും കൂടി ഒന്നും കൂടി നോക്കുക. കാരണം ഇവർ പറയുന്നത് ശരിയാണോ എന്നും കൂടി നോക്കിയിട്ട് വേണം ഫൈനലൈസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. താങ്ക് യു.